നമസ്കാരം. മീഡിയ വൺ കോൾ സെന്ററിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് കോൾ സെന്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദുരന്തമുഖത്തെ കുട്ടികളുടെ മാനസികാരോഗ്യം എന്നതാണ് ഇന്നത്തെ വിഷയം. നമുക്കറിയാം, വയനാട് മുണ്ടക്കയിൽ നടന്ന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ വിഷയം എടുത്തിരിക്കുന്നത്. ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുമായി കിടന്നുറങ്ങിയ കുറേയേറെ മനുഷ്യരാണ് ഈ ദുരന്തത്തിൽ ഇല്ലാതായത്. അമ്മമാരെ നഷ്ടപ്പെട്ടും ആരോരും ഇല്ലാതെയുമായി പോയ കുഞ്ഞുങ്ങൾ, കളിക്കൂട്ടുകാരെ നഷ്ടപ്പെട്ട സ്കൂൾ കുട്ടികളെല്ലാം ഇവിടെയുണ്ട്. ഉറ്റവർ നഷ്ടപ്പെട്ട ആഘാതത്തിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത കുട്ടികളുണ്ട് ഇവിടെ. മുന്നോട്ടുള്ള ഈ കുട്ടികളുടെ ജീവിതം, അവരുടെ മാനസികാരോഗ്യം, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. വളർന്നു വരുന്ന തലമുറയാണ്. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് മീഡിയ വൺ കോൾ സെന്റർ ചർച്ച ചെയ്യുന്നത്. ഇതിനായി കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ ചൈൽഡ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഗായത്രി രാജൻ നമ്മളോടൊപ്പമുണ്ട്. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. നമസ്കാരം ഡോക്ടർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ ഈ ദുരന്തത്തിൻ്റെ ഇരയായിട്ട് ഇതിനെ അതിജീവിച്ചിട്ട് ക്യാമ്പുകളിലും വീടുകളിലും ഒക്കെ കഴിയുന്നുണ്ട്. നമുക്കറിയാം, അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. ശരിക്കും സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ആസ് എ ഡോക്ടർക്ക് മനസ്സിലാവുമല്ലോ, ഏത് ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കും ഇപ്പോൾ ഈ കുട്ടികൾ കടന്നു പോകുന്നുണ്ടാവുക? ഈ ദുരന്തമുഖത്ത് ഉണ്ടാവുന്ന കുട്ടികളിൽ എല്ലാ കുട്ടികൾക്കും ഒരേപോലെയുള്ള പ്രശ്നങ്ങൾ ആവാറില്ല. സാധാരണ നമ്മൾ കാണാറ് കുറേയേറെ കുട്ടികൾ നല്ല രീതിയിൽ തന്നെ കോപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ചില കുട്ടികളിൽ പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും ഫാമിലി ഹിസ്റ്ററിയോ അതേപോലെ തന്നെ ഇതിനു മുന്നേ തന്നെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതോ അല്ലെങ്കിൽ ആദ്യമേ എന്തെങ്കിലും ജന്മനാ ഉള്ള വൈകല്യം, അതായത് ഓട്ടിസം അല്ലെങ്കിൽ അതേപോലെ പഠന വൈകല്യം, അതേപോലെ തന്നെ എന്തെങ്കിലും ലോക്കോമോട്ടോർ ഡിസബിലിറ്റി, അങ്ങനെയൊക്കെയുള്ള കുട്ടികളിൽ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അവരുടെ പ്രൈമറി കെയർ ഗിവേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ സിറ്റുവേഷനായിട്ട് കോപ്പ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. അതൊന്ന്. രണ്ടാമത്, ചില കുട്ടികളിൽ ഈ ഒരു ദുരന്തം കണ്ടതിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള ചില മാനസിക പ്രശ്നങ്ങൾ, അതിൻ്റെ പേര് അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ. ആ ഒരു അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ നമ്മൾ ആദ്യഘട്ടങ്ങളിൽ തന്നെ തിരിച്ചറിഞ്ഞ് അതിനായിട്ടുള്ള വേണ്ട ചികിത്സ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു മാസം ഇതിൻ്റെ ഒരു ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ പിന്നീട് അത് PTSD മുതലായ മാനസിക പ്രശ്നങ്ങളിലേക്ക് മാറാനും സാധ്യതയുണ്ട്. ഡോക്ടർ, ഒരു സംശയം. നമ്മൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ മാനസികാരോഗ്യം അവർക്ക് കൃത്യമായി അത് ഉണ്ടാകുന്നത് ഏത് പ്രായത്തിലാണ്? കാരണം നമുക്കറിയാം, ഈ 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികൾക്ക് അങ്ങനെ കാര്യങ്ങൾ തിരിച്ചറിയാൻ ഒരു പ്രായമായിട്ടില്ലല്ലോ. അപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തമാണ് സംഭവിച്ചത് അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഒരു കുട്ടി മനസ്സിലാക്കണമെങ്കിൽ ആ കുട്ടിക്ക് എത്ര പ്രായമുണ്ടാകും? എത്ര വയസ്സ് മുതൽ അല്ലെങ്കിൽ എത്ര വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളെയാണ് ഇത് കാര്യമായി ബാധിക്കുക? കുട്ടികളിലെ മാനസിക പ്രശ്നങ്ങൾ ഏത് പ്രായക്കാർക്കും ഉണ്ടാവാം. ഇപ്പം തീരെ ചെറിയ കുട്ടികളിൽ ഈ അവരുടെ പ്രൈമറി കെയർ ഗിവർ സാധാരണയായിട്ട് അമ്മമാരായിരിക്കും. അവരുടെ അറ്റാച്ച്മെൻറ്റ് ഫിഗർ, അവർക്ക് ഏറ്റവും അടുപ്പമുള്ള ആൾ. അപ്പം അമ്മമാരെ നഷ്ടപ്പെടുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് അറ്റാച്ച്മെൻറ്റ് ഡിസോർഡർ മുതലായ പ്രശ്നങ്ങളാണ് ഉണ്ടാവാറ്. അപ്പം വേറെ കുടുംബത്തിലുള്ള ആൾക്കാരിൽ മരണമൊക്കെ സംഭവിക്കുന്ന സാഹചര്യത്തിൽ സാധാരണ ഒരു 7 വയസ്സൊക്കെ ആവുന്ന സമയത്താണ് കുട്ടികൾക്ക് മരണത്തിൻ്റെ പെർമനൻസ്, അതായത് മരിച്ച ഒരാൾ തിരിച്ചു വരില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നത്. അതിന് മുന്നേ കുട്ടികൾ പൊതുവേ അവർ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനെ ഒരാൾ താൽക്കാലികമായിട്ട് പോയി പക്ഷെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പൊതുവേ നമ്മൾക്കുള്ള ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ കുട്ടികളിൽ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. അത് നമ്മൾ അവരുടേതായ കാഴ്ചപ്പാടിലൂടെ അവരോട് സംസാരിച്ച് കാര്യങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അവരുടെ അറിവ് എത്രത്തോളാണ് ഈ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ കുട്ടികൾ ഇത് തുറന്ന് പറയുമോ ഡോക്ടർ? കാരണം
ഒരു പാരന്റ് എന്നുള്ള നിലയിൽ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടേണ്ടി വരും അവരുടെ മനസ്സൊന്ന് മനസ്സിലാക്കാനായിട്ട്? സോ നമ്മൾ കുട്ടികളുടെ കാര്യങ്ങൾ തിരിച്ചറിയാൻ അവരോട് ഡയറക്റ്റ്ലി സംസാരിക്കുക മാത്രമല്ല, വേറെ കുറേ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ചിത്രം വരയ്ക്കുക, അതേപോലെ അവരുടെ കൂടെ കളിക്കുക, അങ്ങനെ പല പല രീതികളിലൂടെയാണ് അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ പലപ്പോഴും അവർ വരയ്ക്കുന്ന ചിത്രങ്ങളിൽ, അതേപോലെ അവർ കളിക്കുമ്പോൾ, അപ്പം അതിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് റീഎനാക്ട്മെൻറ്റ് ഓഫ് ട്രോമ എന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും ഒരു ട്രോമയിൽ കൂടെ കടന്നു പോയ ഒരു കുട്ടി കളിക്കുന്ന സമയത്തോ, ഇപ്പോൾ പാവയൊക്കെ വെച്ച് കളിക്കാൻ ആണെങ്കിൽ ആ കുട്ടി പറയും, ഇപ്പം ഈ പാവയ്ക്ക് ഒരു വീടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പം ആ വീട് ഒലിച്ചു പോയി. അതേപോലെ കുട്ടികൾ വരയ്ക്കുന്ന ചിത്രങ്ങളിലൊക്കെ ഈ എന്താണോ ആ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അത് ആ കുട്ടി വരയ്ക്കാനും പിന്നീട് നമ്മളത് എന്താണെന്ന് ചോദിക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും ഒക്കെ സാഹചര്യം. അപ്പം നമ്മൾ ആക്ച്വലി കുട്ടികളോട് എപ്പോഴും സംസാരത്തിലൂടെയല്ല നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു 10 വയസ്സ് വരെ മനസ്സിലാക്കുന്നത് സാധ്യമാണോ? എന്തിനെ പറ്റിയാണ്? ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്, അപ്പോൾ അവരുടെ ഒരു മെൻ്റൽ ട്രോമ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അപ്പോൾ ഇതും നമ്മൾ അതിജീവിക്കും, നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്രായമായവർക്ക് പെട്ടെന്ന് നമുക്കത് പറയാം, അത് മനസ്സിലാക്കാം ഈ പറഞ്ഞതുപോലെ. പക്ഷേ കുട്ടികളെ അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവരെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ കൂടുതലായിട്ടും അവരുടെ ബിഹേവിയറിൽ നിന്നാണ് അവർക്ക് എത്രത്തോളം കാര്യങ്ങൾ ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പം കുട്ടികളുടെ ഒരു ദിനചര്യ ഉണ്ടാവും, ഒരു ഡെയിലി റുട്ടീൻ, അത് എത്രത്തോളം ഡിസ്റപ്റ്റഡ് ആവുന്നു, അവരുടെ ഉറക്കം എത്രത്തോളം ഡിസ്റപ്റ്റഡ് ആവുന്നു, അവരുടെ ഭക്ഷണ രീതി എത്രത്തോളം ഡിസ്റപ്റ്റഡ് ആവുന്നു, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കുട്ടികളിലെ അതേപോലെ സ്കൂളിൽ പോകുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കുന്നുണ്ടോ, അവർക്ക് എത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എത്രത്തോളം അവരെ ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പം ബിഹേവിയറാണ് അത് അറിയാനുള്ള മാധ്യമം കുട്ടികളുടെ കാര്യത്തിൽ. പിന്നെ എങ്ങനെ നമ്മൾ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ കുട്ടിയുടെ ഏജിലാണ്. നമ്മൾ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് കുട്ടികളോട് കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇപ്പം ചെറിയ കുട്ടികളിൽ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഇപ്പം മരണം അങ്ങനത്തെ എന്തൊരു ലോസ് ആയാലും നമ്മൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പം അവരുടെ കൾച്ചറിനനുസരിച്ച്, അവരുടെ കൾച്ചറിനും പിന്നെ അവരുടെ ഫാമിലിയുടെ ഒരു റിച്വലിനും ഒക്കെ ഒക്കുന്ന ഒരു രീതിയിൽ, ഇപ്പോൾ ഫാമിലിയിൽ ഇപ്പം ഡെത്താണ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ചില ആൾക്കാർ പറയും ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയി. അപ്പം അതേപോലെ ആ ഒരു രീതിയിൽ ആ കുട്ടിയുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളത് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം പക്ഷെ ചില ഏജ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 7 മുകളിലായ കുട്ടികൾ അവർ സംശയം ചോദിക്കുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നുണ പറയരുത്, കുട്ടികളിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ ശ്രമിക്കരുത്. അതേപോലെ ചെറിയ കുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ പറയാതിരിക്കരുത്. ഡോക്ടർ ഇപ്പോൾ ഈ പ്രായത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ ഡോക്ടറുടെ അടുത്ത് ആദ്യം തുടക്കത്തിൽ ചോദിക്കുകയുണ്ടായി, കുട്ടികളെ ഏത് പ്രായത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അവിടെ നിന്ന് നമ്മുടെ ഒരു റിപ്പോർട്ടർ ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 10 വയസ്സുകാരി ഹനൌഫ് എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. കുട്ടിയുടെ ഒരുപാട് ഫ്രണ്ട്സ് ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. എന്നിട്ടും ആ കുട്ടി ഈ രക്ഷാപ്രവർത്തകർക്കൊക്കെ വെള്ളവും ചായയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ്. അവിടെ പോയപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടർ ഷഹാന പറഞ്ഞത് ആ കുട്ടിക്ക് 10 വയസ്സിൻ്റെ ഒരു മെച്യൂരിറ്റി അല്ല ഉള്ളത്, അതിലും വലിയ ആൾക്കാർ കാണിക്കുന്ന ഒരു മെച്യൂരിറ്റിയാണ് ആ കുട്ടി കാണിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ ശരിക്കും നമ്മൾ വളർന്നു വരുന്നൊരു സാഹചര്യം കൊണ്ട് ഉണ്ടാവുന്നതാണോ? അത് നമുക്ക് 2 രീതിയിൽ അതിനെ കാണാം. ഒന്നെങ്കിൽ ആ കുട്ടി വളരെയധികം റെസീലിയൻ്റ് ആവാം. റെസീലിയൻസ് എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ടു ബൗൺസ് ബാക്ക് ഫ്രം എനി ട്രോമ. രണ്ടാമത് അതൊരു അക്യൂട്ട്, അതായത് അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ആ കുട്ടി തൽക്കാലം ആ കുട്ടി ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തൽക്കാലം നമ്മളതിനെ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയും. അപ്പം അങ്ങനത്തെ ഒരു ഡിഫെൻസ് മെക്കാനിസം യൂസ് ചെയ്ത് ആളുടെ ഇമോഷൻസൊക്കെ റിപ്രസ് ചെയ്യുന്നതാവാം. അപ്പം അത് നമുക്ക് കുറച്ച് ടൈം എടുത്താലേ എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ളത്
നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഡോക്ടർ, അതുപോലെ തന്നെ ഈ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഈ സ്പെഷ്യലി ഏബിൾഡ് ആയ കുട്ടികൾ അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളൊക്കെയാണ് ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതെങ്കിൽ അവർക്ക് പിന്നീട് ഭാവിയിൽ ഇതൊരു വലിയൊരു പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ടോ? അപ്പോൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഓൾറെഡി മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും അവർക്കുണ്ടാവും. 2, ഈ അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ, PTSD മുതലായ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവുന്ന സമയത്ത് അത് വേണ്ട രീതിയിൽ നമ്മൾ വേണ്ട സമയത്ത് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി, അതേപോലെ കൂടുതൽ അമിതമായിട്ടുള്ള സൂസൈഡൽ ടെൻഡൻസി അതൊക്കെ കാണാറുണ്ട്. അത് ഭാവിയിൽ അങ്ങനെ ഉണ്ടാവാം എന്നാണോ, അതല്ല ഈ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം ആങ്സൈറ്റി ഡിസോർഡർ ഒക്കെ നമ്മൾ വലുതായ ആൾക്കാരിലാണ് കൂടുതലും കാണുന്നത്, പാനിക് അറ്റാക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയൊരു ഇൻസിഡന്റ് ഉണ്ടായി എന്നുള്ളത് ഭാവിയിൽ അവരുടെ മാനസിക നിലയെ ബാധിക്കാൻ സാഹചര്യം ഉണ്ട്? തീർച്ചയായും സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികളായിരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ടെൻഡൻസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? കുട്ടികളായാലും നമ്മൾ വേണ്ട രീതിയിൽ സിംറ്റംസ് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സിംറ്റം നമ്മൾ കാണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളിൽ എങ്ങനെ ഒരു സിംറ്റം കാണുകയാണെങ്കിൽ എന്താണ് ഒരു പാരന്റ് എന്നുള്ള നിലയിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? അതായത് ഇങ്ങനത്തെ സിംറ്റംസ് പ്രത്യേകിച്ച് റുട്ടീനിലുള്ള ചേഞ്ചസ്, അതായത് കുട്ടിക്ക് ഉറക്കം വരുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അതായത് യൂഷ്വലായിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് സ്കൂളിൽ പോകാൻ താല്പര്യം തോന്നുന്നില്ല, ശ്രദ്ധക്കുറവുണ്ട്, റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കാലഘട്ടം വരെ, അതായത് ഒരു 2 ആഴ്ച വരെയൊക്കെ നോർമലി ഇപ്പം എന്തെങ്കിലും ഒരു ഇതേപോലത്തെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഇവൻറ്റ് ഉണ്ടാവുമ്പം സിറ്റുവേഷൻ ഒന്ന് നോർമലൈസ് ചെയ്യാനും, പിന്നെ പല കുട്ടികളും ക്യാമ്പുകളിലും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം തിരിച്ച് ഒരു നോർമൽസി വന്ന് അതിനുശേഷം ഒരു മിനിമം ഒരു ടൈം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. അതിനുശേഷവും കുട്ടികൾക്ക് ഇതേ സിംറ്റംസ് വീണ്ടും തുടരുകയാണ്, അവർക്ക് കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ഉറക്കക്കുറവുണ്ട്, അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിദഗ്ധമായിട്ടുള്ള ഒരു ചികിത്സ തേടണം എന്നുള്ളത് തന്നെയാണ്. ഡോക്ടറെ കാണണം. അപ്പം അതിൽ തന്നെ 2 ടൈപ്പിലുള്ള ചികിത്സയാണ്. ഒന്ന് ഈ CBT എന്ന് പറയുന്ന ഒരു ചികിത്സയുണ്ട്, ട്രോമ ഫോക്കസ് CBT, കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സയുണ്ട്. പിന്നെ വളരെ രൂക്ഷമായിട്ടുള്ള മാനസിക പ്രശ്നമാണെങ്കിൽ നമ്മൾ മരുന്നുകളും കൊടുക്കാറുണ്ട്. സിവിയറായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ ചില കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ സൈക്കോസിസ്, ഡിപ്രഷൻ അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മരുന്നുകളും സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇത്തരത്തിലുള്ള മരുന്നിൻ്റെ ആവശ്യമില്ല അല്ലേ? അത് നമ്മൾ ഇൻഡിവിജ്വൽ കുട്ടീനെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കൗൺസിലിങ്ങിലൂടെ മറ്റും നമുക്കത് പറഞ്ഞ്, അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ഉള്ള കുട്ടികൾക്ക് കൗൺസിലിങ്ങും, പിന്നെ അതേപോലെ ഈ ഒരു ഷോർട്ട് ടേമിലേക്ക് ബീറ്റ ബ്ലോക്കർ പോലത്തെ മരുന്നുകളും, പിന്നെ ബെൻസോഡൈസെപ്പിൻ പോലത്തെ മരുന്നുകളൊക്കെ നൽകാറുണ്ട്. പക്ഷെ കുറച്ച് രൂക്ഷമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെയോ ഒക്കെ ഒപ്പീനിയൻ എടുത്തിട്ട് വേണം ഈ മുന്നോട്ട് പോകാനായിട്ട്. ഡോക്ടർ, അതുപോലെ ഇപ്പോൾ ഈ ക്യാമ്പുകളിലൊക്കെ ഉള്ള കുട്ടികളെ നോക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിൽ എല്ലാവരും നഷ്ടപ്പെട്ടൊരു കുട്ടിയുടെ കഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ സ്കൂളിലേക്കൊക്കെ പോയി പഠിക്കാനൊക്കെ പഠിത്തത്തിലേക്കൊക്കെ കടക്കുമ്പോൾ അതൊക്കെ ഇവരെ മാനസികമായി അല്ലെങ്കിൽ മോശമായി ബാധിക്കുമോ? ഈ ഇപ്പോൾ നടന്നിട്ടുള്ള ഈ ഒരു ഇൻസിഡൻറ്റ് പഠനത്തെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇവിടെ വളരെ ഏറെ കാര്യങ്ങൾ നമ്മൾ കണക്കിലെടുക്കേണ്ടി വരും. ഒന്ന്, ഇതിന് നമ്മൾ ബയോ സൈക്കോ സോഷ്യൽ മോഡൽ ആണ്, ഓരോ കുട്ടിയുടെയും ബയോ സൈക്കോ സോഷ്യൽ മോഡൽ ആണ് നമ്മൾ കണക്കിലെടുക്കുക. ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഫാമിലി ഹിസ്റ്ററി, മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഫാമിലി ഹിസ്റ്ററിയോ, കുട്ടിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും റിസ്ക് ഉണ്ടായിരുന്നോ,
പിന്നെ കുട്ടിയുടെ ടെമ്പറമെൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഏതൊരു കുട്ടീനെ എടുത്താലും കുട്ടികൾ പലതരത്തിലുണ്ട്. ചില കുട്ടികൾ പെട്ടെന്ന് എല്ലാ സാഹചര്യങ്ങളിലോടും ഇണങ്ങിച്ചേരും. ചില കുട്ടികൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഓരോ സിറ്റുവേഷനോട് അഡ്ജസ്റ്റ് ആവുന്നത്. ചില കുട്ടികളാണെങ്കിൽ എത്ര സമയം എടുത്താലും തീരെ അഡ്ജസ്റ്റ് ആവുന്നില്ല. അപ്പം അത് നമ്മൾ ആ കുട്ടിയുടെ ടെമ്പറമെൻ്റ് എന്നാണ് പറയുന്നത്. പിന്നെ മൂന്നാമത് നമ്മുടെ സമൂഹം, അതായത് സോഷ്യൽ സമൂഹം എത്രത്തോളം കുട്ടീനെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് കൈ പിടിച്ച് ഉയർത്താൻ സഹായിക്കുന്നു, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ സ്കൂൾ തലത്തിലായാലും ബാക്കി സോഷ്യൽ സർക്കിൾ, നെയ്ബേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും പിന്നെ നമ്മൾ ഉൾപ്പെടുന്ന സമൂഹം പൂർണ്ണമായിട്ടായാലും എത്രത്തോളം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കുട്ടിയുടെയും ഭാവി എങ്ങനെയാവും എന്നത് ഡിസൈഡ് ചെയ്യുന്നത്. ഡോക്ടർ, അതുപോലെ ഇപ്പോൾ എത്ര ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണെങ്കിലും എല്ലാ കാര്യത്തിലും, ചിലപ്പോൾ അക്കാഡമിക് കാര്യങ്ങളിലായിക്കോട്ടെ മറ്റ് കാര്യങ്ങളിലായിക്കോട്ടെ, എത്ര ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണെങ്കിലും ജീവിതത്തിലൊരു എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഉൾവലിയുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ വയനാട്ടിലത്തെ ഈ ഒരു സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ ഇത്രയും വലിയൊരു ദുരന്തമാണ് അവർ ഫേസ് ചെയ്തേക്കുന്നത്, അതിജീവിച്ചേക്കുന്നത്. അപ്പോൾ ഇനി ഭാവിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ വീണ്ടും ആ കുട്ടി ഇതുപോലെ ഉൾവലിഞ്ഞ്, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ആക്റ്റീവായിരുന്നൊരു കുട്ടി പെട്ടെന്ന് ഉൾവലിഞ്ഞ് ഇൻസെക്യൂരിറ്റി ഫീലിങ്ങോടെ മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പം ഒരു ഇൻഡിവിജ്വൽ കുട്ടിയുടെ കാര്യം എടുക്കുമ്പം ഈ പറഞ്ഞ ഈ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് തന്നെയാണ് അത് തീരുമാനിക്കുക. പിന്നെ ഈ കോപ്പിംഗ് മെക്കാനിസംസ്, അതായത് ഹെൽത്തി ആയിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസംസും ലൈഫ് സ്കിൽസും നമുക്ക് കുട്ടികളെ പഠിപ്പിക്കുക, സ്കൂൾ മുഖേന പഠിപ്പിക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ഇപ്പോഴത്തെ ഈ സ്കൂൾ പഠന രീതികളുടെ ഒരു ഭാഗമാണ്. അപ്പം അത് വളരെ ഇങ്ങനത്തെ സാഹചര്യങ്ങൾക്ക് ഉപകാരപ്പെടേണ്ടതാണ്. അപ്പം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമല്ലേ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം? മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഈ ലൈഫ് സ്കിൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അത് നേരിടാനും കുട്ടികളുടെ ഈ റെസീലിയൻസ് വർദ്ധിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ സിലബസിലിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന കാര്യം. തിരികെ സ്വാഗതം കോൾ സെന്ററിലേക്ക്. ദുരന്തമുഖത്തെ കുട്ടികളുടെ മാനസിക ആരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ചൈൽഡ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഗായത്രി രാജനാണ് നമ്മുടെ കൂടെ സംസാരിക്കാൻ, സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ചേരുന്നത്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ തുടക്കത്തിലൊക്കെ പറഞ്ഞതുപോലെ ഈ മരണം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് പല കുട്ടികൾക്കും പല രീതിയിലാണ് അവരത് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേർ ഈ ഒരു ദുരന്തത്തിൽ മരിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഇത് നമ്മൾ എങ്ങനെയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക? അത് ഏത് പ്രായത്തിലുള്ളവരും ആയിക്കോട്ടെ. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളൊരു വലിയൊരു ടാസ്ക്കാണ്. കാരണം അച്ഛനും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ട കുട്ടികൾ ഇത്തരത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം 5 കുട്ടികൾക്ക് 2 മാതാപിതാക്കളെയും 6 കുട്ടികൾക്ക് ഓരോ പേരൻറ്റിനെയും വെച്ച് നഷ്ടപ്പെട്ടു എന്നാണ് അറിയുന്നത്. അപ്പം അതിൽ തന്നെ ഒരു കുട്ടി 4 മാസം പ്രായമുള്ള കുട്ടിയാണ്. അപ്പം ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആഘാതം ഉണ്ടാവുന്നത് ഈ 7 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള കുട്ടികൾക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മരണം ഒരു പെർമനൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക 7 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള കുട്ടികളാണ്. അപ്പം അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ കൾച്ചറൽ ആയിട്ടുള്ള എന്തൊക്കെയാണോ അവരുടെ മതവും അവരുടെ കുടുംബവും കുടുംബക്കാരും എന്തൊക്കെ യൂഷ്വൽ റിച്വൽസാണ് ചെയ്യുന്നത്. അപ്പം കുട്ടിക്ക് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടീനെ ആ റിച്വൽസിൽ പങ്കെടുപ്പിക്കണം. അപ്പം മരണം
ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുട്ടിക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സാധാരണ നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടികളെയൊക്കെ ഇതിൽ നിന്നൊക്കെ ഒഴിവാക്കാറാണ് പതിവ്. അപ്പം അങ്ങനെ പാടില്ല എന്നാണോ പറയുന്നത്? അതെ, അതായത് യൂഷ്വലി നമ്മൾ പങ്കെടുപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള അത് കുറച്ചും കൂടെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അത് കുട്ടികൾ പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ഇങ്ങനെ മരണത്തെപ്പറ്റി ചോദ്യങ്ങൾ ചോദിക്കുമ്പം ബാക്കിയുള്ളവർ അങ്ങനെയൊന്നുമില്ല, നീ അതിനെപ്പറ്റി സംസാരിക്കേണ്ട. അപ്പം അവരെ നമുക്ക് നോർമലി ഒരു മരണം സംഭവിക്കുമ്പം നമുക്കുണ്ടാവുന്ന ഒരു നോർമൽ റിയാക്ഷനാണ് ഗ്രീഫ് റിയാക്ഷൻ. അപ്പം ആ ഗ്രീഫ് റിയാക്ഷൻ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന റിയാക്ഷനാണ്. ആ സമയത്ത് കുട്ടികളാവട്ടെ വലിയ ആൾക്കാരാവട്ടെ നമുക്ക് കരച്ചിൽ വരുമ്പം കരയണം. മരിച്ചുപോയ ആളെ പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ എന്താണോ കുട്ടി ചോദിക്കുന്നത് അത് കുട്ടീൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നല്ല രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ കുട്ടിക്ക് മനസ്സിലാവുന്ന, ഞാൻ പറഞ്ഞില്ല, ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ ആ കുട്ടിക്ക് എന്താണോ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് അത് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ ഇപ്പം കൾച്ചറലി ആ മരിച്ചുപോയ ആളുടെ സാധനങ്ങളൊന്നും ചില ആൾക്കാർ എടുത്തു വെക്കുക, മറച്ചു വെക്കുക, അങ്ങനെയൊക്കെ. അപ്പം കൾച്ചറലി അത് അലൗഡ് ചെയ്യുന്നില്ലെങ്കിൽ അത് എടുത്തു വെക്കേണ്ട കാര്യമില്ല. കാരണം ഈ സാധനങ്ങൾ കണ്ടുകൊണ്ട് തന്നെ കുട്ടിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതായത് സാധനങ്ങൾ ഇവിടെ ഉണ്ട് പക്ഷെ ആളിവിടെ ഇല്ല എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, അതേപോലെ തന്നെ വലിയ ആൾക്കാർക്കും ഇതേപോലെ തന്നെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതായത് ഡെത്ത് സംഭവിച്ചു എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതേപോലെ തന്നെയാണ് ഈ വലിയ ആൾക്കാരുടെ കാര്യത്തിലും ഈ ഗ്രീഫ് റിയാക്ഷൻ. ചില ആൾക്കാർ വരും കരയരുത്, അപ്പം കരയിൽ നിന്നൊന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കരയാൻ സമ്മതിക്കുക. ഡെത്ത് കഴിഞ്ഞിട്ടുള്ള എല്ലാ റിച്വൽസിലും കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അനുവദിക്കുക, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. ഇതെല്ലാം അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഡോക്ടർ, അതുപോലെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് ഈ ഓർമ്മ എന്ന് പറയുന്ന കാര്യം. ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്, അത് ജീവിതകാലം മുഴുവൻ ആ കുട്ടിയുടെ മനസ്സിനകത്തുണ്ടാവും? അതായത് ഈ ഓർമ്മ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതും കുട്ടിയുടെ ഏജും കുട്ടിയുടെ IQ അങ്ങനെ കുറച്ച് ഫാക്ടേഴ്സിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയും ഫോണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം പലപ്പോഴും ഇൻഫർമേഷൻ ഓവർലോഡ് എന്നുള്ളൊരു പ്രശ്നവും ഉണ്ടാവാറുണ്ട്. അത് ഇതേപോലെ കുട്ടികൾക്ക് കൂടുതലായിട്ട് ഉത്കണ്ഠയും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ തീരെ ചെറിയ കുട്ടികളാണ് എന്താണ് നടന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഉള്ള ഒരു പക്വത അവർക്ക് വന്നിട്ടില്ലെങ്കിൽ ഭാവിയിൽ അത് പൂർണ്ണമായിട്ട് അവർക്ക് ഓർമ്മയുണ്ടാവില്ല. അതേ സമയത്ത് ഞാനീ പറഞ്ഞ ഒരു 7-8 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും അവരുടേതായ രീതിയിൽ വിവരിക്കാനും ഒക്കെ കഴിയും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ തുടർച്ചയായിട്ട് TV ഓൺ ചെയ്യുക, ബാക്ക് ടു ബാക്ക് ന്യൂസും പിന്നെ അങ്ങനത്തെ റിപ്പോർട്ട്സും കൊണ്ടിരിക്കുന്നത് കുട്ടികളിൽ കൂടുതലായിട്ട് ഉത്കണ്ഠ ഉണ്ടാക്കാനുള്ള ഒരു കാരണമായിട്ട് കാണാറുണ്ട്. ഡോക്ടർ, ഈ ചികിത്സയെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് പറയാമോ? ഇത് എങ്ങനെയാണ് കുട്ടികളെ ഈ ഒരു സംഭവത്തിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു പാരൻറ്റിന് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കൊടുക്കാനുള്ളത്? പേരൻ്റ് കൊടുക്കാനുള്ള നിർദ്ദേശം എന്തെന്ന് വെച്ചാൽ, ഒന്ന്, അതായത് കുട്ടികളുടെ ഉറക്കം, അതേപോലെ അവരുടെ ഭക്ഷണ രീതി, പിന്നെ ഒരു നോർമൽസി റീഗെയിൻ ചെയ്ത ഉടനെ തന്നെ സ്കൂൾ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തിരിച്ച് സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ ശ്രമിക്കുക. സ്കൂളിൽ ഇപ്പം കുട്ടികളിൽ പല പല ഡൗട്ട്സും ചോദിക്കും. സ്കൂളിനെ പറ്റിയായാലും സ്കൂൾ മേറ്റ്സിനെ പറ്റിയായാലും അതേപോലെ തന്നെ
ബാക്കി സാഹചര്യങ്ങളെ പറ്റിയായാലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അതിന് ഉള്ള ഉത്തരങ്ങൾ തീർച്ചയായും കൊടുക്കുക. ഏതെങ്കിലും രീതിയിൽ കുട്ടിയുടെ ദിനചര്യ, അതായത് ഡെയിലി റുട്ടീൻ ഡിസ്റപ്റ്റഡ് ആയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് അമിതമായിട്ടുള്ള ദേഷ്യം, സങ്കടം മുതലായ ലക്ഷണങ്ങൾ കുട്ടിയിൽ കാണുകയാണ്, അല്ലെങ്കിൽ ഉറക്കത്തിൽ ഞെട്ടൽ, അല്ലെങ്കിൽ പോയ ബുദ്ധിമുട്ടുകളെ പറ്റി വീണ്ടും വീണ്ടും കുട്ടി കളിക്കുന്നതിലോ അല്ലെങ്കിൽ വരയ്ക്കുന്നതിലോ വീണ്ടും വീണ്ടും ഒരേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ തീർച്ചയായും ഒരു വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് കുട്ടീനെ കൊണ്ടുവരണം. അതിനുശേഷമുള്ള ചികിത്സാ രീതികൾ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം കണ്ടതിന് ശേഷമുള്ള ചികിത്സാ രീതി ആ കുട്ടിയുടെ സിംറ്റംസിൻ്റെ സിവിയറിറ്റി അനുസരിച്ചിട്ടായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റുമായിട്ടുള്ള ചികിത്സാ രീതി CBT, ട്രോമ ഫോക്കസ് CBT എന്ന് പറയുന്ന കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ കൊടുക്കുന്നതാണ്. പിന്നെ കുട്ടിക്ക് ഇതല്ലാതെ വേറെ ഉറക്കം ഇല്ലായ്മ, അല്ലെങ്കിൽ ഡിപ്രഷൻ, സൂയിസൈഡാലിറ്റി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് മരുന്നുകളും മറ്റും കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവുക. അപ്പോൾ മരുന്നിലൂടെ മാത്രമേ അത് മാറുള്ളൂ അല്ലേ? അത് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് ഉണ്ട് മരുന്നിനുള്ളത്. ഇപ്പം സൂയിസൈഡാലിറ്റി എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ എമർജൻസിയാണ്. അപ്പം അങ്ങനെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് മരുന്നും മറ്റ് ചികിത്സാ രീതികളും നോക്കേണ്ടി വരും. ഓക്കെ, നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ് ഡോക്ടർ. ദുരന്തമുഖത്തെ കുട്ടികളുടെ മാനസികാരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് അസർ മിംസ് ആശുപത്രിയിലെ ചൈൽഡ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഗായത്രി രാജനാണ് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത്. ഡോക്ടർ വളരെയധികം നന്ദി, ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്.